ഹലോ വെൽക്കം ബാക്ക് അമാൻസ് മംഗച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ നാട്ടിൽ പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ രാത്രി സമയത്തൊക്കെ നല്ല തണുപ്പാട്ടോ, പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളിന്ന് പകലൊന്നും ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് പോകുന്നത് ചൈന മാളിലേക്കാണ്. അപ്പോൾ ഇന്ന് ശരിക്കും ഞാൻ വീഡിയോ ഒന്നും ഇടണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ചൈന മാൾ നല്ല ഭംഗിയായി കാണും, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു സമയം 12 മണി 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഒമാൻസിൻ്റെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറാണ്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ താഴെ മാറ്റ് വിരിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം ബാക്കി വരില്ല, പിന്നെ നമുക്ക് ഒരു സൗഹൃദം കൂടി ഉണ്ടാവും. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ സമയത്ത് ഒരു പ്ലേറ്റിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ മുമ്പൊക്കെ നമ്മളിവിടെ അറബ്സ് ഫാമിലീൻ്റെ കൂടെയൊക്കെ നമ്മളിവിടെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അവരുടെ കൂടെ ഇരുന്നിട്ട് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എടുത്തൊരാൾ വന്ന് ഇരുന്നാൽ തന്നെ ശരിക്കും ബുദ്ധിമുട്ടായി തോന്നും. അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനും അമ്മാനുമാണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. കാരണം അമ്മാൻ ഈ ഇരിക്കുന്ന ആളൊന്നുമല്ല, അമ്മാൻ നല്ല വികൃതിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്, അമ്മാനെയും കൊണ്ട് എങ്ങനെ പോകാമെന്നുള്ളതൊക്കെ. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ പകൽ സമയത്തുള്ള വ്യൂസും ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇവിടെ നിറയെ പൂക്കളാട്ടോ, നല്ല ഭംഗിയാണ് റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ കുറച്ച് സമയം പുറത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓട്ടോക്ക് പകരം ഇവിടെ മുഴുവൻ ടാക്സിയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ബസ് സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് റുസൈലാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെയുള്ള ഏത് സ്ഥലത്തേക്ക്, ഒമാനിലെ ഏത് സ്ഥലത്തേക്കുള്ള ടാക്സി, ബസ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ചൈന മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോൾ ഫ്ലോപ്പായി. ഞാൻ ഉദ്ദേശിച്ച ചൈന മാർക്കറ്റിലേക്ക് അല്ല ഇവർ വന്നത്. ചൈന മാർക്കറ്റ് ഏതും ആയിക്കോട്ടെ, ഇവിടെ A to Z സാധനങ്ങളുണ്ട്. നമ്മൾ അതിശയിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ഈ ചൈന മാർക്കറ്റിലുള്ളത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ചൈന എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസം തോറും ഓരോ കൗതുകങ്ങൾ ഇങ്ങനെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്താണ് നമുക്ക് കിട്ടിയ വൈറസ്. അപ്പോൾ അതിൻ്റെ കൗതുകം ഇപ്പോഴും ആർക്കും എവിടെയും മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ പർദ്ദ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷേ എനിക്ക് ഇവിടുത്തെ പർദ്ദകളൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ യാത്രകളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്ക് മടങ്ങാണ്. അപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോസിൻ്റെ ഫോൾട്ട് പറയുകയാണെങ്കിലും അല്ലാത്ത നല്ല കമൻറ്റ്സ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.